Hi guys! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ വൈറ്റനിങ് ചലഞ്ചുമായിട്ടാണ് കേട്ടോ. വെറും 7 ദിവസം കൊണ്ട് നമ്മുടെ സ്കിൻ ടോൺ ഒരു 2-3 ഷെയ്ഡ്സ് കളർ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ മാസ്കിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, പിമ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ഗ്ലോ ചെയ്ത് വരണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ്, അരിപ്പൊടിയാണ്. അത് 2 ടീസ്പൂൺ ഞാനിവിടെ എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ പീൽ പൗഡറാണ്. അതും ഞാൻ ഈക്വലായിട്ട് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള പച്ച പശുവിൻ പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ എടുക്കുക കേട്ടോ. അതിപ്പോൾ കാച്ചായാലും കാച്ചാത്തായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫേസിൽ മാത്രമല്ല, കഴുത്തിലും കയ്യിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം, ബോഡിയിലും അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ മാസ്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് എങ്കിലും നമ്മളിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തത് ഇത് ആദ്യത്തെ ഒരു വീക്ക് 1 വീക്ക് ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ നമ്മളിത് ആഴ്ചയിൽ 2-3 തവണ ഒരു റൊട്ടീൻ പോലെ പാക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ രീതിക്ക് ഒരു റൊട്ടീൻ പോലെ ചെയ്യുക. ആദ്യത്തെ ഒരാഴ്ച മാത്രം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എത്ര സ്മൂത്ത് ആണെന്ന് പറഞ്ഞാലും അല്ല ക്രീമി ടെക്സ്ചർ ആണെന്ന് പറഞ്ഞാലും ഈ ഒരു റൈസ് പൗഡർ ചെറിയ രീതിക്ക് നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആയതുകൊണ്ട് ഡെയിലി ഫേസിലിടുന്ന സമയത്ത്, അതായത് ആദ്യത്തെ ഒരാഴ്ച നമ്മൾ ഡെയിലി ഫേസിലിടുന്ന സമയത്ത് പതുക്കെ വേണം ഇത് അപ്ലൈ ചെയ്ത്, അതായത് മസാജ് ചെയ്തിട്ട് കഴുകാനായിട്ട് കേട്ടോ. ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ട്. അറിയാലോ, സ്ക്രബിങ് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ മാത്രം. നാച്ചുറൽ സ്ക്രബാണെങ്കിൽ നമുക്ക് 1-2 തവണയും മാക്സിമം ഉപയോഗിക്കാം. അതല്ല പുറമേ മേടിക്കുന്ന സ്ക്രബൊക്കെ ആണെങ്കിൽ നമുക്ക് വീക്ക്ലി 1 ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ വേണം അത് നമുക്കത് മസാജ് ചെയ്ത് കഴുകി കളയാനായിട്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു പാക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ആ റിസൾട്ട് അറിയുന്നത് ഒരു 3-4 ദിവസത്തിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്നിൽ നല്ല വിസിബിൾ ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പിന്നീട് വരും ദിവസങ്ങളിൽ ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ അല്ലെങ്കിൽ 3 തവണയെങ്കിലും ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതായത് വീക്കിലി ഒരു 2-3 ടൈംസ് നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ്. ഇനി നമുക്കിത് പാൽ അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് പാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തരിതരായിട്ടുള്ള പിമ്പിൾസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പാക്ക് കഴുകുന്ന സമയത്ത് നന്നായിട്ട് ആദ്യം പാക്ക് തുടച്ചെടുക്കുക. പിന്നീട് നമുക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ. എന്നിട്ട് നിങ്ങളിത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ചൂടുവെള്ളം ഉപയോഗിച്ച് തന്നെ വേണം ഫേസ് വാഷ് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.